എവിടെ പോയാൽ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. ചിലപ്പോൾ മുറിയിലുണ്ടാവും. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നാലും കുക്കിക്ക് അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ. എനിക്ക് എത്ര ഇഷ്ടമായിന്ന് അറിയാം നിന്നെ കുക്കി. ഓ നേരം വെളുത്തോ. വേഗം പല്ല് തുടച്ച് ഭക്ഷണം കഴിച്ച് കോളേജിലേക്ക് പോവാ. അവന്മാര് വന്നിട്ടേ ഇല്ല ഇതുവരെയായിട്ട്. അയ്യോ എഴുന്നേൽക്കടി. എടി കുക്കി, നീ എന്താടി എന്റെ റൂമില്? നേരം വെളുത്തോ, സമയത്രായിക്കോട്ടെ, നീ എന്താ എന്റെ റൂമില്? നിന്റെ റൂമോ? ഇത് എന്റെ റൂമാ, സൂക്ഷിച്ചു നോക്ക്. അവിടെ എനിക്ക് ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ലേ? ആ ശരിയാണല്ലോ, ഇത് നിന്റെ റൂമാ. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ എത്തിയത്? ഇന്നലെ എന്താ നടന്നത്? ആ ബെസ്റ്റ്, ഒന്നും ഓർമ്മയില്ല അല്ലേ? മോനെ റൂമിൽ പോയിട്ട് ആലോചിച്ച് നോക്കാവേ. എടി കൂക്കി, കഥ തുറക്ക്. അയ്യോ ജീനി. എടി ജീനി, നീ വിയെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഈ കൂക്കി കഥ തുറക്കുന്നത് എത്ര സമയമായി? എടി കൂക്കി, വാതിൽ തുറക്ക്. അയ്യോ ജൂൺ, ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ എന്നെ ഇവിടെ കണ്ടാൽ ആകെ പ്രശ്നമാ. മിണ്ടാതിരിയല്ല, നമ്പൂതിരി. എന്റെ പൊന്നോ, എവിടെന്നായി കിട്ടിയത്? ജിമ്മിന്റേതാ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പോരാത്തുമ്പോ അവന്റെ ഒരു വാഴ വെട്ട്. ആരാടി പോരാത്തുമ്പോ വാഴ വെട്ടിയേ? എന്റെ ദൈവമേ, ഇവന്റെ കിളി പോയോ? ദൈവത്തെ ഓർത്ത് കുറച്ച് സമയം നിന്റെ വായൊന്ന് അടയ്ക്കോ. അടയ്ക്കാനിരുന്ന ടാപ്പോ? ഇപ്പൊ കൺഫേം ആയി, ഇവന്റെ കിളി പോയി. എടി കൂക്കി, എടി വാതിൽ തുറക്കടി. അയ്യോ ഹോബി വന്ന് ഇവിടെ എന്തായാലും ഇപ്പൊ വാതിൽ. എടി ഞാൻ കുളിക്കുക, വന്നിട്ട് തുറക്കാം. ആ ശരി, വേഗം വാ, നമുക്ക് കോളേജിലേക്ക് പോകാൻ സമയമായി. ആ ശരി, നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. അവര് പോയെന്നാ തോന്നുന്നേ, എന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നീ വേഗം എന്റെ റൂമിലേക്ക് പോയേ. അങ്ങനെ വി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അയ്യോ ദൈവമേ, പെട്ടു. ഈ വാതിൽ തുറക്കാത്ത കാണുമ്പോ ഞാൻ വിചാരിച്ചു എന്തോ തരികിട നീ ഒപ്പിക്കുകയാണ്. പക്ഷെ ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല. എടി, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നല്ല കാര്യങ്ങള്. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വാ. കുക്കി നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. നിനക്ക് ആ ജനിയോടുള്ള വിരോധം കാണുമ്പോ ഞാൻ വിചാരിച്ചതാ കാര്യം ഇതായിരിക്കുന്നു. പിന്നെ നിനക്ക് അവനോട് ഇഷ്ടമായിട്ട് അല്ലെങ്കിലോ എന്ന് വിചാരിച്ചാ ഞാൻ ചോദിക്കാത്ത. എന്നാലും അവനിൽ നിന്ന് ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അവര് കാണുന്ന പോലെയല്ല ആള്. എടാ നീ എന്താണ് അവളുടെ റൂമില്? എനിക്കറിയില്ല ഞാൻ എങ്ങനെയാ അവിടെ എത്തിയത് തന്നെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ അവളുടെ ബെഡിൽ ഞാൻ കിടന്നിട്ടുണ്ട്. എടാ നിനക്കറിയാതെ നീ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? അയ്യോ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിനക്കല്ലേ ഒന്നും ഓർമ്മ കിട്ടാത്തത്? നമുക്ക് ആ കുക്കിയോട് പോയി ചോദിക്കാം. ആ ശുഗ പറഞ്ഞത് ശരിയാ, നമുക്ക് ആ കുക്കിയോട് ചോദിക്കാം. അവക്കാണെങ്കിൽ എന്താ നടന്നതെന്ന് അറിയാലോ. നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പൊക്ക് ഞങ്ങൾ ചോദിച്ചിട്ട് വരാം. അവളൊന്നും പറഞ്ഞില്ല. അവള് പറയണ്ട, എല്ലാം എനിക്ക് ഓർമ്മ വന്നു. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ഓർമ്മ വന്നോ? എന്താ സംഭവിച്ചത്? വേഗം പറ. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ, വേഗം പറ. എടി കൂക്കി, ആദ്യമായിട്ടാണ് ഞാൻ വെള്ളം അടിക്കുന്നത്. അതും നീ കാരണം. എന്ത് കുറവാ എനിക്കുള്ളത്. ഞാൻ സുന്ദരനല്ലേ? അവൻ എന്തായാലും രസമില്ല കാണാൻ. എലികരണ്ടിയെ പോലെ ഒരു മുഖം. ഞാൻ വരുന്നു നിന്റെ തെരി കൂക്കി. ആരാത്? എടി തുറക്കടി, എത്ര സമയം ഞാൻ ഇവിടെ മുട്ടുന്നു. എടി കൂക്കി, തുറക്കടി വാതില്. തുറന്നോ? എടി കൂക്കി, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എന്ത് കാര്യം? എടാ നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇനിയും കുടിക്കും. നീ കാരണം ഞാൻ കുടിച്ചത്. ആദ്യമായിട്ടാ കുടിച്ചത്. എനിക്ക് എന്താടി കുറവുള്ളത്? ഞാൻ സുന്ദരനല്ലേ? ഞാൻ കാരണം കുടിക്കുന്നു. എനിക്കെന്താ വട്ടായോ? എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയേ? ഇല്ല, ഞാൻ പോയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. എന്ത് കാര്യം? ഒന്ന് വേഗം പറഞ്ഞിട്ട് പോ. എടി നീയും ജാക്കും ലവേഴ്സ് ആണോ? ആണെങ്കിൽ എനിക്കെന്താടി കുറവ്?
അവനേക്കാൾ ഞാനെത്ര സുന്ദരന. എന്നിട്ട് നിനക്ക് അവനെയാണ് ഇഷ്ടം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. എന്ത്? നിനക്കെന്നെ ഇഷ്ടാണെന്നോ? അതെ, നിന്നെ എനിക്ക് ഇഷ്ടം. നിന്നെ ഇന്ന് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴാ നീ അവനോട് യെസ് എന്ന് പറയുന്നത്. എന്റെ ഹൃദയത്തെ 2 കഷ്ണായി വീണത് പോലെയുണ്ട്. അയ്യോ, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്നവൻ എന്നെ പ്രപ്പോസ് ചെയ്തതൊന്നല്ല. പിന്നെന്താ അവൻ നിന്നോട് പറഞ്ഞേ? അതോ, അവനൊരാളെ ഇഷ്ടമാണെന്നും അവളെ സെറ്റാക്കി തരുമെന്നും അവൻ എന്നോട് ചോദിച്ചു. അതിനാ ഞാൻ യെസ് എന്ന് പറഞ്ഞു. അപ്പൊ നിനക്കെന്നെ ഇഷ്ടാണോ? അത് പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ കോളേജിലെല്ലാവരും പറയുന്നത് നീയും ജനി ഇഷ്ടത്തിലാണെന്നല്ലോ. അയ്യോ, അതെല്ലാവരും ഇങ്ങനെ പറയുന്നത്. എനിക്ക് അവളെ ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ട് പോലെയാണ്. അവൾ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. അപ്പൊ കോളേജിലേക്ക് അവള് പാടിയ ശേഷം നീ നല്ല രസമുണ്ടെന്നല്ല പറഞ്ഞല്ലോ. ഞാനും പാട്ടാടിയിരുന്നു. നീ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. നീ എന്ത് പറയാതെ അവിടെ നിന്ന് പോയി. എനിക്കെത്ര വിഷമായെന്നറിയോ? അയ്യോ, എന്റെ വാവക്ക് വിഷമായോ? സോറി. അത് പിന്നെ നിന്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. നീ എന്റെ അടുത്ത് വന്നു വരുമ്പോ നിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കൂടി വന്നു. ഇനി നീ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത്രാളും മുമ്പ് വെച്ച് നീ ഉമ്മ വെച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയത്. അപ്പൊ ശരിക്കും നിനക്കെന്നെ ഇഷ്ടാണോ? പിന്നല്ലാതെ. നീ എന്റെ വാവയല്ലേ, എന്റെ ബണ്ണിക്കുട്ടിയല്ലേ. ഈ കുക്കിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് കുക്കിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. നിങ്ങളിപ്പെന്താ കാണിച്ചത്? നീ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത്? മിണ്ടാതിരിക്കെ. നിന്റെ ചുണ്ടിനിടയിലുള്ള ആ സ്ട്രോബെറി അത് ഞാൻ ഇങ്ങെടുക്കുക. ഇവനിപ്പെന്താ കാണിച്ചേ? ഉറങ്ങിയോ? ശരി, ഇനി നാളെ ഇവനോട് സംസാരിക്കാം. എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യല്ലോ.